വീടുകളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത്. ചന്തയിൽ നിന്നാണെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആ പശു എവിടെ നമ്മൾ വാങ്ങി കയറ് തന്നു കഴിഞ്ഞു. അതെ, ആ പശു എവിടെ നിന്ന് വന്നു, എന്താണ് അറിയില്ല, ഒന്നും അറിയത്തില്ല. പശുക്കളുടെ ആരോഗ്യത്തിനും കാമ്പിനും ഗ്യാരണ്ടി കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഫാം നമ്മുടെ ശ്രീ വിനായക ഫാം. നമ്മുടെ വിനിച്ചേട്ടനാണിത്, വളാഞ്ചേരി. അതിന്റെ ഓണർ കം പ്രൊപ്പറേറ്റർ ആണ് എനിക്ക് വീഡിയോക്കകത്ത് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? നേരത്തെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പൊ നമ്മുടെ സ്മിത 2 ദിവസം ശനിയും ഞായറും ഉണ്ട്, ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മുടെ ചേട്ടൻ ഇവിടെ കാണും. അല്ല, നമ്മുടെ ചേട്ടന്റെ സ്റ്റാഫാണ്. ചേട്ടൻ ഇതെല്ലാം ആളൊരു പ്രവാസിയാണ്, ബിസിനസ് വെളിയിലുള്ള ആളാണ്, സൈഡായിട്ട് കൊണ്ട് നടക്കുന്ന ആളല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാം പറഞ്ഞതേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരൻ തന്നെയാണ്. നമുക്കുള്ളൊരു 4 ഫാമുകളുണ്ട് നമുക്ക് തമിഴ്നാട്ടിലെല്ലാം ആയിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരു 50-ലധികം പശുക്കളുണ്ട്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, നിങ്ങൾ എന്ത് ഇതിലാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത്? ആദ്യത്തെ ചോദ്യം. അല്ല, നമ്മൾ എടുക്കുന്ന പശുക്കളെല്ലാം വീടുകളിൽ നിന്ന് എടുക്കുന്ന പശുക്കളാണ്. തമിഴ്നാട് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം എടുക്കുന്ന പശുക്കളാണ്. ഓക്കെ, അപ്പൊ വീടുകളിൽ നിന്ന് എടുക്കുമ്പോൾ അവരോടുള്ള ഒരു ഗ്യാരണ്ടിയാണ് കാമ്പിന്. പാലിന് ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളൊരു കസ്റ്റമറിന് പശുവിനെ കൊടുത്ത് കാമ്പ് പ്രസവിച്ച അന്നത്തെ ദിവസം കാമ്പിന് പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പശു നമ്മൾ എടുക്കും. നേരെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കും. അവരോടുള്ള ഗ്യാരണ്ടി അതാണ് കമ്മിറ്റ്മെന്റ്. അതാണ്. അപ്പൊ അവർക്ക് തിരിച്ചു കൊടുക്കും, പശു അവരും നമുക്ക് തരും. ഈ വാങ്ങിയ കസ്റ്റമർക്കും നമ്മൾ പശു വേറെ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല, വെറുതെ പറയുന്ന വാക്കല്ല, നമ്മളങ്ങനെ ചെയ്തു കൊടുക്കും. തീർച്ചയായും ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. ചെയ്തുകൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ഇത്രയും വലിയൊരു ഫാം ആയതുകൊണ്ട് ഇവിടെ സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ പശുവിനെ വാങ്ങിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇവിടുത്തെ വില? തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു 65 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. 65 മുതൽ പശുവിനെ കിട്ടും. കാരണം എല്ലാ ഹെവി പശുക്കളാണ്. ഇപ്പൊ തന്നെ ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ചെറിയ പശു 50-ന്റെ 40-ന്റെ ചോദിച്ചാൽ ഇല്ല. കൃഷിയിൽ 10-450 കിലോമീറ്റർ വണ്ടിയിൽ ഓടണം, വണ്ടി വരണം. അപ്പൊ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പശുവിനെ ഇവിടെ മിനിമം ആരോഗ്യമില്ലാത്ത പശുവിനെ കൊണ്ടുവരില്ല. കൂടുതൽ നമുക്ക് ഒന്നാം പ്രസവം രണ്ടാം പ്രസവം അത് 90% ചെന ഉണ്ടാവുള്ളൂ. ശരി. അല്ലാതെ പ്രസവിച്ച പശു എന്ന് പറഞ്ഞുള്ള കച്ചവടം ഒന്നും ഇവിടെ ചിലപ്പോൾ ഇവിടെ ഒരാഴ്ച ശനി ഞായർ കച്ചവടം കഴിഞ്ഞ് പിറ്റത്തെ ശനി ഞായർ ആകുമ്പോൾ അതിനുള്ളിൽ പ്രസവിച്ച പശുക്കൾ ഉണ്ടായെങ്കിലും ഉണ്ടാവുള്ളൂ. പുറത്തുനിന്ന് പ്രസവിച്ച പശു ഞങ്ങൾ എടുക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയ ലാഭം, കൂടുതൽ ബിസിനസ്, എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതൊന്നുമില്ല. ചെറിയ ലാഭത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യാം, അതാണ് എന്റെ ഒരു ഉദ്ദേശം. മാക്സിമം നല്ല പശുക്കൾ മാക്സിമം എത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങള് നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലപ്പുറത്ത് വളാഞ്ചേരി, തമിഴ്നാട്ടിലാണെങ്കിൽ പൊള്ളാച്ചിയിലുണ്ട്, പാലക്കാട്, ചിതലിയുണ്ട്. ചന്തയിൽ വെച്ചാൽ ക്യാഷ് ആയിട്ട് പോയാൽ മതി. 100 പശുവാണെങ്കിൽ ഒറ്റ ദിവസം വാങ്ങിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ നമുക്കിത് നടന്ന് ഒരാഴ്ചയോളം ഞങ്ങൾ രണ്ടുപേരും നടന്നിട്ടാണ് ഒരു 100-200 പശു കണ്ടതെന്നാണ് ഒരു 50 പശു ഞങ്ങൾ എടുക്കുന്നത്. ഓക്കെ, പോയി ഒരു ദിവസം കണ്ട് പിറ്റേ ദിവസം പോയി നോക്കി എന്നിട്ടാണ് നമ്മൾ ആ പശുവിനെ സെലക്ട് ചെയ്തത്. നമുക്ക് ഇഷ്ടപ്പെട്ട പശുക്കളാണ് കൊണ്ടുവരുന്നത്. ക്യാഷ് ആയിട്ട് പോയാൽ പോരെ. അതെ, ഒരു വ്യാഴാഴ്ച 100-200 പൈസ എത്ര പറ്റും. പക്ഷെ അന്നേരം അതല്ല. ഇത് എല്ലാത്തിനും വ്യത്യസ്തമായ രീതിയിലുള്ള കച്ചവടമാണ്. അത് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന കസ്റ്റമർക്ക് അറിയാം. 30, 40, 65, 70 പശു ഒരു ഒറ്റ ഫാമിലേക്ക് കൊണ്ടുപോയി. അവർക്ക് 100 പശുവോ പശുവിന്റെ ഫാം ആയിട്ടുണ്ട്. നമ്മുടെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിശ്വാസം. സ്കീമിന് ഇപ്പൊ കഴിയാറായി. 1 മാസം 1.5 മാസത്തിലുള്ള സ്കീം കഴിയാറായി. അപ്പൊ സ്കീമിന് ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കോൺടാക്ട് ചെയ്ത് ഫെബ്രുവരി വന്നാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, നിങ്ങൾക്ക് ചെനപ്പശുക്കളെ, പശുക്കുട്ടികളെ, എന്തെങ്കിലും നല്ല ആരോഗ്യമുള്ള അടിപൊളി പശുക്കൾ ഗ്യാരണ്ടിയോട് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ വീഡിയോക്കകത്തുണ്ട്. മലപ്പുറത്ത് വളാഞ്ചേരി, നമ്മുടെ പൊള്ളാച്ചി, പാലക്കാട്, അത്തിക്കോട്, ചിതലി